ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ സൺഡേ ടോക്ക്. അപ്പോൾ ആൻറ്റി ഈ ആഴ്ച ഒരുപാട് ബിസി ആയിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ താങ്ക്സ് ഗിവിങ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇത് ഒരു റിലീജിയസ് ആയിട്ടുള്ള ഫെസ്റ്റിവലൊന്നും അല്ല, പക്ഷേ ഇത് ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഫെസ്റ്റിവലാണ്. അപ്പോൾ പലർക്കും അറിയില്ലായിരിക്കും എന്താണ് താങ്ക്സ് ഗിവിങ് എന്ന്. അപ്പോൾ എന്താണെന്ന് ആൻറ്റി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഈ അമേരിക്കയിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാവരുടെയും ഫാമിലി ഒന്നിച്ച് ചേരുന്ന ഒരു സമയമാണ്. എൻ്റെ മക്കളും വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആൻറ്റി ബിസി ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പല സ്റ്റേറ്റുകളിലൊക്കെ ഉള്ളവരും ഒക്കെ ബന്ധുക്കളും ഒക്കെ ഒന്നിച്ചു കൂടി ഒന്നിച്ച് മീലൊക്കെ ഉണ്ടാക്കി അങ്ങനെ വലിയൊരു ഫെസ്റ്റിവൽ തന്നെയാണ് താങ്ക്സ് ഗിവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് തോന്നുന്നു അതൊരു ക്രിസ്മസിനേക്കാളും വലിയ സെലിബ്രേഷനായിട്ടാണ് കൂട്ടാറ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി ഒന്നിച്ചു ചേരുന്ന ഒരു സമയമാണല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ താങ്ക്സ് ഗിവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 400 years ago തുടങ്ങിയ ഒരു ഫെസ്റ്റിവലാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് കുറേ പേര് അവിടുത്തെ അവരുടെ ഒരു റിലീജിയസ് ഫ്രീഡത്തിന് വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സെയിൽ ചെയ്ത് വരികയാണ്. അപ്പോൾ അവർ അമേരിക്കയിലെ മാസച്യൂസറ്റ്സ് എന്നുള്ള ഒരു സ്റ്റേറ്റിലാണ് വരുന്നത്. സെയിൽ ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാസച്യൂസറ്റ്സിൽ വന്നപ്പോൾ തണുപ്പാണ്, നല്ല തണുപ്പ് സമയമാണ്. പക്ഷേ അവർ ഒരുപാട് കൃഷിയൊക്കെ ചെയ്തു. അപ്പോൾ ഇവിടെയുള്ള നേറ്റീവ് അമേരിക്കൻസ് അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയാണ്. ഈ വന്നിട്ടുള്ളവരെ, ഇംഗ്ലണ്ടിൽ നിന്ന് വന്നവരെ ഒരുപാട് ആ കൃഷിക്കായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ ആ വിളവെടുപ്പിൻ്റെ സമയമായി. അപ്പോൾ എന്ത് ചെയ്തു, ഈ വന്നവർ ഇവിടെയുള്ളവർക്ക് ഒരു ഫീസ്റ്റ് ഒരുക്കി കൊടുക്കുകയാണ്, ഒരു വിരുന്നങ്ങ് കൊടുക്കുകയാണ്. ഇവർക്ക് ചെയ്ത സഹായത്തിനൊക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വലിയൊരു സെലിബ്രേഷൻ, 2-3 ദിവസത്തെ സെലിബ്രേഷൻ. ടർക്കി കോഴിയും അതുപോലെ തന്നെ കോണും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയും കൊണ്ട് വലിയൊരു ഫീസ്റ്റ് ഒരുക്കുകയാണ്. അപ്പോൾ ആ നന്ദി പ്രകടിപ്പിക്കുന്ന സമയമാണ്. 400 years ago തുടങ്ങിയതാണ്. പക്ഷേ അതൊരു നാഷണൽ ഹോളിഡേ ആക്കി മാറ്റിയിട്ട് ഇപ്പോൾ ഒരു 10-85 വർഷമേ ആയിട്ടുള്ളൂ നാഷണൽ ഹോളിഡേ ആക്കിയിട്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മൾ ഈ പിൽഗ്രിംസിൻ്റെ ഒരു ഫെസ്റ്റിവലൊന്നുമല്ല, എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അത് നമ്മളുടെ ഫാമിലി ഒന്നിച്ച് ചേർന്ന് എല്ലാവരും ആ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മിക്കവാറും ഈ മീലൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ട് അത് നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തരോടുള്ള നന്ദി രേഖപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ താങ്ക് യു ഫോർ ഹെൽത്ത്, താങ്ക് യു ഫോർ സപ്പോർട്ട്, അങ്ങനെ ഓരോ കൂട്ടത്തിനും നന്ദി രേഖപ്പെടുത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വർഷവും നവംബറിൽ 4th Thursday എന്നാണ് വരുന്നത്. ആ 4th Thursdayയിലായിരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഫ്രൈഡേ ആണല്ലോ. ആ ഫ്രൈഡേയെ നമ്മൾ ബ്ലാക്ക് ഫ്രൈഡേ എന്നാണ് പറയാറുള്ളത്. അപ്പോഴാണ് വലിയൊരു സെയിലിൻ്റെ സമയമാണ്. 50% ഒക്കെ ഓഫ് ഉണ്ടാവും. അപ്പോൾ ക്രിസ്മസിൻ്റെ ഷോപ്പിംഗ് തുടങ്ങുന്നത് ആ താങ്ക്സ് ഗിവിങ് കഴിഞ്ഞിട്ടാണ്. മിക്കവാറും പേര് ഷോപ്പിങ്ങിന് പോകും. എന്താണെന്ന് വെച്ചാൽ സെയിലുള്ള സമയമാണല്ലോ. അപ്പോൾ ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും പേര് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്യും. താങ്ക്സ് ഗിവിങ്ങിന് അങ്ങനെ അധികം ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യലില്ല, നമ്മുടെ ഫാമിലി ഒന്നിച്ച് ചേരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് തേഴ്സ്ഡേ കഴിഞ്ഞിട്ട് ഫ്രൈഡേ ആണ് നമ്മൾ ഇതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്ന സമയം. അതുപോലെ തന്നെ ഇതൊരു ലോങ് വീക്കെൻഡ് ആയിരിക്കും. മിക്കവാറും എല്ലാവർക്കും തന്നെ തേഴ്സ്ഡേ ഒരു ഹോളിഡേ ആണ്. ഓഫീസുകളും സ്കൂളുകളും എല്ലാം അവധിയുള്ള ദിവസമാണ് തേഴ്സ്ഡേയും ഫ്രൈഡേയും പിന്നെ സാറ്റർഡേയും സൺഡേയും. അപ്പോഴാണ് നമ്മൾ മിക്കവാറും വീടുകളിൽ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ തുടങ്ങുക, ക്രിസ്മസ് ട്രീ ഒക്കെ എടുത്ത് പുറത്ത് വയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ആൻറ്റിയുടെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുത്തില്ല ഞാൻ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലിയും ഈ വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് സെപ്പറേറ്റ് ചെയ്യണം അല്ലേ. എന്താണെന്ന് വെച്ചാൽ എങ്കിലാണ് നമുക്ക് ആ ഫാമിലി ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പം മക്കളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷത്തിൽ 2-3 പ്രാവശ്യം വരികയുള്ളൂ. അപ്പോൾ അമ്മയെ ഞാൻ ഈ വീഡിയോ എടുത്ത് നടന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതൊരു വിഷമമുള്ള കാര്യമാണ്. അമ്മയ്ക്ക് ഞങ്ങളെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ വീഡിയോ ആണോ എന്നുള്ളൊരിത് വരും അല്ലേ. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇപ്പോൾ ഈ താങ്ക്സ് ഗിവിങ്ങിൻ്റെ വീഡിയോ ഞാൻ പല വർഷങ്ങളിൽ ഞാൻ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിൽ റീൽസായിട്ടും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമൊക്കെ എൻ്റെ മകൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു നമ്മൾ താങ്ക്സ് ഗിവിങ് സെലിബ്രേറ്റ് ചെയ്ത്. പക്ഷേ ഈ വർഷം ഇവിടെ വെച്ചായിരുന്നു. അപ്പോൾ ടർക്കിയാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഡിഷ് കേട്ടോ. പിന്നെ അതിന് സൈഡ് ഡിഷുകളൊക്കെ കാണും. മാഷ് പൊട്ടാറ്റോയായി, അതുപോലെ തന്നെ ഗ്രീൻ ബീൻ
കാസറോൾ, പംകിൻ പായ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതൊക്കെ ആഷ്ലിയാണ് ഉണ്ടാക്കാറ്. താങ്ക്സ് ഗിവിങ്ങിന് എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പോൾ എല്ലാം ആഷ്ലി ഉണ്ടാക്കിയതാണ് കേട്ടോ. This is what we decided to make for our Thanksgiving lunch. We went with a chicken this year to switch it up. Some butternut squash, sweet potatoes, a phyllo dough appetizer, green bean casserole, mac and cheese, and some gravy and cranberry sauce. Cheers! Happy Thanksgiving! എല്ലാ വർഷവും ഞാൻ സെലിബ്രേറ്റ് ചെയ്യും. ചില ഇന്ത്യൻസ് ഒന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ പണ്ടൊക്കെ പാർട്ടി നടത്തുമായിരുന്നു. പാർട്ടി നടത്തുമ്പോൾ നമ്മൾ ഈ താങ്ക്സ് ഗിവിങ്ങിൻ്റെ അമേരിക്കൻ ഡിഷസ് ഒക്കെ ഉണ്ടാക്കും. അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ ഇന്ത്യൻ ഫുഡും ഉണ്ടാക്കും. എന്താണെന്ന് വെച്ചാൽ ചിലർക്കൊന്നും ടർക്കി ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട്. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴും ഇത് വലിയൊരു ഹോളിഡേ ആയതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ തിരിച്ചു ചെല്ലുമ്പോൾ നമ്മൾ ഈ ടർക്കിയുടെ കാര്യവും അല്ലേ സെലിബ്രേഷൻ്റെ കാര്യമൊക്കെ പറയുമല്ലോ. അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊന്നും പറയാനില്ലാതെ ആവുമല്ലോ എന്നോർത്തിട്ട് ഈ ക്രിസ്മസും നമ്മൾ ഇവിടുത്തെ മാതിരി സെലിബ്രേറ്റ് ചെയ്യും, താങ്ക്സ് ഗിവിങ് ഇവിടുത്തെ മാതിരി സെലിബ്രേറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിലും പലരും താങ്ക്സ് ഗിവിങ് ആഘോഷിക്കാറുണ്ട്. അതിപ്പോൾ ഈ ഹിസ്റ്ററി ഒന്നും നോക്കിയിട്ടല്ല, ഇതൊരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള താങ്ക് യു പറയാനുള്ള നമ്മുടെ ആ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള ഒരു സമയമായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളോടും ഞാൻ വലിയൊരു താങ്ക് യു പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ആയിട്ട് താങ്ക് യു പറയുകയാണ്. അപ്പോൾ ഇതാണ് താങ്ക്സ് ഗിവിങ്ങിൻ്റെ സ്റ്റോറി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ബൈ നൗ.